ഇടുക്കി വാഹനാപകടത്തിൽ 4 മരണം. പന്നിയാർകുട്ടിയിൽ ജീപ്പ് കൊക്കയിലേക്ക് മറിഞ്ഞ ദമ്പതികൾ ഉൾപ്പെടെ 3 പേർ മരിച്ചു. പന്നിയാർകുട്ടി ഇടയോടിയിൽ സ്വദേശി ബോസ്, ഭാര്യ റീന, ഡ്രൈവർ എബ്രഹാം എന്നിവരാണ് മരിച്ചത്. അതേസമയം കട്ടപ്പനയ്ക്ക് സമീപം കരിമ്പാനിപ്പടിയിൽ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. വള്ളക്കടവ് തണ്ണിപ്പാറ റോബിൻ ജോസഫാണ് മരിച്ചത്. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, പുലർച്ചെ ഇന്നിപ്പോൾ 4 മരണങ്ങൾ ഇടുക്കിയിൽ, വിവിധ 2 അപകടങ്ങളിലായി 4 മരണങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. വിവരങ്ങൾ സുബിൻ, ഇടുക്കിയിൽ ഇന്ന് 2 അപകടങ്ങളിലായി 4 മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നു. പന്നിയാർകുട്ടിയിൽ ജീപ്പ് കൊക്കയിലേക്ക് മറിഞ്ഞ ദമ്പതികൾ മരിച്ചു. കട്ടപ്പനയിൽ കാർ അപകടത്തിൽപ്പെട്ട യുവാവിന് മരണം സംഭവിച്ചിരിക്കുകയാണ്. വിവരങ്ങൾ ഇന്നലെ 11:30 കൂടിയാണ് ഇത്തരത്തിൽ ഇടുക്കി പന്നിയാർകുട്ടിയിൽ അപകടമുണ്ടാകുന്നത്. പന്നിയാർകുട്ടിയിൽ ഉണ്ടായ അപകടത്തിൽ 3 പേരാണ് മരിച്ചത്. പ്രധാനമായും പന്നിയാർകുട്ടിയിൽ അപകടം മരിച്ചിട്ടുള്ളത് കായിക താരം KM ബീനാമോളുടെ സഹോദരി റീന, അതുപോലെ തന്നെ ഭർത്താവ് ബോസ് എന്നിവരാണ് മരിച്ചത്. കൂടാതെ ഈ വാഹനത്തിന്റെ ഡ്രൈവറും ഈ ബോസിന്റെ സഹോദരന്റെ ഭാര്യ പിതാവുമായ എബ്രഹാമും മരിച്ചിട്ടുണ്ട്. ഈ ബോസും റീനയും സംഭവ സ്ഥലത്ത് വെച്ചും എബ്രഹാം ആശുപത്രിയിൽ വെച്ചുമാണ് മരിച്ചത്. ഇന്നലെ ഇവർ സമീപത്തെ മറ്റൊരു സ്ഥലത്ത് പോയ ശേഷം തിരികെ വരുന്ന വഴി നിയന്ത്രണം വിട്ട വാഹനം മറിയുകയായിരുന്നു. 100 അടി താഴ്ചയ്ക്ക് വന്ന് പോയി പാറക്കൂട്ടങ്ങൾക്കിടയിലേക്ക് പതിച്ചു. വാഹനം പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. ഇത്തരത്തിലാണ് ആ ഒരു അപകടമുണ്ടായത്. എന്തായാലും ഇവരുടെ മൃതദേഹം നിലവിൽ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മറ്റൊരു അപകടമുണ്ടായത് കട്ടപ്പനയിലാണ്. കട്ടപ്പന കരിമ്പാനിപ്പടിയാണ് വാഹനാപകടം ഉണ്ടായത്. വള്ളക്കടവ് തൺപാറ സ്വദേശിയായിട്ടുള്ള റോബിൻ ജോസഫാണ് മരിച്ചത്. ഈ നിയന്ത്രണം വിട്ട വാഹനം ക്രാഷ് ബാരിയറിലേക്ക് ഇടിച്ചു കയറി. ഈ ക്രാഷ് ബാരിയറിലേക്ക് ഇടിച്ച് ഈ ക്രാഷ് ബാരിയർ വാഹനത്തിനുള്ളിലൂടെ കുത്തി പുറത്ത് മറുസൈഡിലൂടെ പുറവശത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു സാഹചര്യം വരുന്നുണ്ടായിരുന്നു. എന്തായാലും വ്യത്യസ്തമായ 2 അപകടങ്ങളിൽ 4 മരണമാണ് ഇന്ന് ഇടുക്കിയിൽ ഉണ്ടായിട്ടുള്ളത്. ശരി സുബിൻ, ഇടുക്കിയിൽ വാഹനാപകടങ്ങളിൽ 4 മരണം. പന്നിയാർകുട്ടിയിൽ ജീപ്പ് കൊക്കയിലേക്ക് മറിഞ്ഞ ദമ്പതികൾ ഉൾപ്പെടെ 3 പേർ മരിച്ചു. കട്ടപ്പനയിൽ കാർ അപകടത്തിൽപ്പെട്ട് യുവാവിന് ദാരുണാന്ത്യം. വിവരങ്ങൾ നൽകുകയായിരുന്നു ഇടുക്കിയിൽ നിന്നും സുബിൻ തോമസ്.